പ്രവീണേട്ടാ, ഈ ദൃഷ്ടിദോഷം ദൃഷ്ടി എന്നൊക്കെ പറയുന്നത് ഉള്ളതാണോ അതോ അന്ധവിശ്വാസമാണോ? അനുഭവിച്ചവർ തന്നെ ഇത് ചോദിക്കുകയും പറയുകയും വേണം. ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ട് അതിന് വിശദീകരണമൊന്നുമില്ല. പക്ഷെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് അതുള്ളതാണ് എന്നാണ്. ഒരാളുടെ ദൃഷ്ടി അല്ലെങ്കിൽ ഒരാളുടെ മനസ്സിലെ അസൂയ, ദേഷ്യം തുടങ്ങിയ വികാരങ്ങൾ ആർക്കെതിരെയാണോ ചിന്തിക്കുന്നത് അവരുടെ ആത്മീയ ഊർജത്തിനെ സ്വാധീനിക്കും എന്നാണ്. തന്ത്രശാസ്ത്രം പറയുന്നത് മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത് മാംസവും രക്തവും മാത്രമല്ല, ഒരു ഊർജം കൂടി അതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഊർജം മനുഷ്യൻ്റെ ചിന്തകളിൽ ആ ഊർജം നെഗറ്റീവായോ പോസിറ്റീവായോ മാറും. അപ്പോൾ നമ്മളൊരാളെ പറ്റി ദോഷകരമായിട്ട് ചിന്തിക്കുമ്പോൾ ആ നെഗറ്റീവ് എനർജി അവിടെ സംഭവിക്കുകയും അത് ആ വ്യക്തിയെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും. അത് സംഭവിക്കും. നമുക്ക് ഇപ്പൊ ഒരാളുടെ ദൃഷ്ടിദോഷം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് മനസ്സിലാക്കാം. അതായത് നമുക്ക് കാരണമില്ലാതെ അസ്വസ്ഥതകളുണ്ടാവുക, കാര്യങ്ങളിൽ മൊത്തം തടസ്സങ്ങളുണ്ടാവുക, അപകടങ്ങളുണ്ടാവുക, വെറുതെ വീട്ടിനകത്ത് വഴക്കുകൾ നടക്കുക, ഇതൊക്കെ ദൃഷ്ടിദോഷത്തിൻ്റെ അല്ലെങ്കിൽ ദൃഷ്ടിയുടെ ഭാഗമായിട്ട് സംഭവിക്കാം. എല്ലാ ഇതും ദൃഷ്ടിദോഷത്തിൻ്റെ കൈ കൊണ്ട് കെട്ടരുത്, സംഭവിക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഇത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായൊരു കാര്യമാണ്. ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറകൾ അന്വേഷിച്ച് പോകുന്നതിൽ അതിലെനിക്ക് വിശദീകരണമില്ല. പക്ഷെ അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ അനുഭവം തന്നെ അറിയാമല്ലോ, അതുകൊണ്ട് ഇനി വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല.